നമസ്കാരം. ഇന്നും ജനമനസ്സുകളിൽ അനശ്വരനായി നിലകൊള്ളുന്ന CMI വൈദികൻ ആബേലച്ചൻ, കൊച്ചിൻ കലാഭവന്റെ സ്ഥാപകനും ക്രിസ്തീയ ഭക്തിഗാനങ്ങളുടെ എഴുത്തച്ഛനും ബഹുമുഖ സർഗപ്രതിഭയുമായിരുന്ന ആബേലച്ചന്റെ 105ാമത് ജന്മദിനം ആബേലച്ചൻ ഇന്റർനാഷണൽ ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു. കലാഭവൻ മിമിക്രി സംഘത്തിലെ ആദ്യ കലാകാരൻ ശ്രീ വർക്കച്ചൻ പട്ടേൽ ഉദ്ഘാടനം ചെയ്തു. ജോസ് വാപ്പാലശ്ശേരി അധ്യക്ഷനായിരുന്നു. വാർത്തകൾ വിശദമായി. ഞാൻ സ്വാഗതം ചെയ്യുന്നു. ശ്രീ വരുമോ ഇല്ലെന്ന് നമുക്ക് ഉറപ്പിക്കാനായി അങ്കമാലി ഈ വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഞങ്ങൾ ഈ പരിപാടി, ഈ ക്ലബ്ബ് ഇത്രയും ഇതിലേക്ക് എത്തിയത്. കൊരട്ടി CI ആണ് ഇതിന്റെ സ്റ്റിക്കർ ചെയ്തത്. ഇനി ഇതിന്റെ പ്രകാശനവും ഇതിന്റെ ഉദ്ഘാടനവും ഉണ്ട്. ഈ ഉദ്ഘാടനത്തിന് വേണ്ടി വക്കച്ചൻപേട്ടയെ കലാഭവന്റെ മിമിക്രി ആർട്ടിസ്റ്റിനെ ക്ഷണിക്കുന്നു. ഈ അച്ഛൻ എപ്പോഴും വേറൊരു അച്ഛനാണ് ഈ ഇതൊന്നും ഉണ്ടാവില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ CMI അച്ഛൻ, ആ CMI സഭ പള്ളിയിൽ പാട്ടുപാടാനായിട്ട് ആ ഇതിന്റെ ഓപ്പോസിറ്റായിട്ട്, ബസിലിക്കയുടെ ഓപ്പോസിറ്റായിട്ട് ഒരു തട്ടുമുകളിലാണ് ഇത് ഉണ്ടാക്കിയത്. അപ്പൊ യേശുദാസാണ് അതിനകത്ത് ഈ പേര് വരുമ്പോ ഒരു ക്രിസ്ത്യൻ പേരൊന്നും വേണ്ട, എല്ലാവർക്കും പൊതുവെ അംഗീകൃതമായ ഒരു പേര് വേണം. കലാഭവൻ എന്നിട്ടാ മതി എന്ന് പറയുന്ന അദ്ദേഹം കുറച്ചും അദ്ദേഹം കലാഭവനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അച്ഛൻ മുഴുവൻ ഈ മാർക്കറ്റിലേക്കാണ് കൂടിയിരുന്നത്. ഞാൻ ഗാനമേളയുടെ അനൗൺസ്മെന്റും അതിന്റെ മാനേജറൊക്കെ പോയ സമയത്ത് അച്ഛൻ പറയും, ഈ ഗാനമേള നിർത്തേണ്ടത് എപ്പോഴാണ് ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഞാനത് അതല്ല വർക്കിച്ച, ആളുകൾ ഇങ്ങനെ രസിച്ചു വരുമ്പോ രണ്ടു പാട്ടും കൂടി കേട്ടാൽ കൊള്ളാമെന്ന് തോന്നുമ്പോ പരിപാടി നിർത്തിയേക്കണം. ആ രണ്ടു പാട്ടും കൂടി പാടിയാൽ പിന്നെ നമുക്ക് ആ പ്രദേശത്ത് ഗാനമേള കിട്ടില്ല. മനസ്സിലായ? അപ്പൊ അതാണ് അച്ഛന്റെ ആ ഒരു എപ്പോഴും അങ്ങനെ അച്ഛൻ, ഞാൻ പറഞ്ഞില്ലേ അന്ന് വലിയ പൊട്ടൻഷ്യൽ ഒന്നുമില്ലാത്ത ഒരു ഇതാണ് മിമിക്രി എന്ന് പറയുന്നത്. അതിന്റെ ഒരു പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുകയും അതിന്റെ ഒരു മുന്നോട്ട് അതിന് അങ്ങനെ ഒരു പൊട്ടൻഷ്യൽ എന്നൊക്കെ അദ്ദേഹം മനസ്സിൽ കാണുകയും ഒരുപാട് കലാകാരന്മാർ കലാഭവൻ അങ്ങനെ എത്രയോ ആളുകൾ എല്ലാം 1926 വില്യം ബേറ്റ്സ് എന്ന പ്രകൃതി ശാസ്ത്രജ്ഞനാണ് ആദ്യമായി മിമിക്രി എന്ന പദം പ്രയോഗിക്കുന്നത്. ചിത്രശലഭങ്ങളും അതുപോലുള്ള ചെറുജീവികളും ഇലകളെയും പൂക്കളെയും അനുകരിച്ചുകൊണ്ട് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടിയതിനാണ് അദ്ദേഹം മിമിക്രി എന്ന് പറഞ്ഞത്. പിന്നീട് എങ്ങനെയോ അനുകരണം എന്ന കലയ്ക്ക് മിമിക്രി എന്ന പേര്. കാലാന്തരങ്ങളിലൂടെ, ദേശാന്തരങ്ങളിലൂടെ ആ കല വളരുകയായിരുന്നു. അതിന്റെ വളർച്ചയിൽ കലാഭവന്റെ സംഭാവനയാണ് മിമിക്സ് പരേഡ് എന്ന് പറയുന്നത്. എന്റെ മനസ്സിൽ ഡോക്ടർ ആബേലച്ചൻ എത്രത്തോളം ആഴ്ന്നിറങ്ങിയിട്ടുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കി നിന്നാണ്. നിരവധി, ഞാൻ പറഞ്ഞില്ല, ജാതിയും വർണ്ണവും വർഗവും നിറവും ഒന്നും നോക്കാതെ നൂറുകണക്കിന് കലാകാരന്മാരെ സൃഷ്ടിച്ച ഒരു കലാകാരനായിരുന്നു ആബേലച്ചൻ. സംഗീത വഴികളിലൂടെ സഞ്ചരിച്ച ആ മനുഷ്യൻ നിരവധി കലാകാരന്മാര്, നിരവധി കലകളും നിരവധി പാട്ടുകളും എല്ലാം നമുക്ക് അനശ്വരമാക്കി തന്നിട്ടുണ്ട്. ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് ധരിപ്പിക്കുന്നില്ല. എനിക്കിന്ന് ഈ അവസരത്തിൽ ആബേലച്ചന്റെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ അവസരത്തില്, ഈ ജന്മദിനം എവിടേക്ക് ആഘോഷിക്കുന്നത് എനിക്കറിയില്ല, പക്ഷെ ഇന്ന് ഇവിടെ ബഹുമാനപ്പെട്ട ജോസ് വാപ്പാലശ്ശേരിയുടെ നേതൃത്വത്തിൽ ആഘോഷിക്കുമ്പോൾ എനിക്ക് ജോസിനോട് ഹൃദയത്തിൽ തട്ടിയ നന്ദി പറയുന്നു. അതുപോലെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും 1000 നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. ഇന്ന് അദ്ദേഹത്തിന്റെ ലോഗോ ഉണ്ടാക്കാൻ സാധിച്ചതും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സ്ഫടിക ചിത്രം ഉണ്ടാക്കാൻ സാധിച്ചതിൽ ഞാൻ വളരെയേറെ കൃതാർത്ഥനാണ്. അതിലുപരി നമ്മളിൽ ആരിലുമല്ല, ജോസ് വാപ്പാലശ്ശേരിയുടെ ഹൃദയത്തിൽ അന്തർലീനമായി കിടക്കുന്ന ആ സമയം ഇവിടെ അദ്ദേഹം ഫ്രണ്ടിൽ നിന്ന് CIയും ആളുകളെ എല്ലാം വിളിച്ചുകൊണ്ട് വെപ്രാളപ്പെട്ട് നടക്കുമ്പോൾ ഞാൻ എന്റെ ഉള്ളിൽ ഞാൻ ആബേലച്ചന്റെ മനസ്സിനെ നമസ്കരിച്ചുകൊണ്ട് ധ്യാനിക്കും. 105ാമത് ജന്മദിനാഘോഷത്തിന് ആബേലച്ചൻ ഇന്റർനാഷണൽ കമ്മിറ്റിയുടെ സമ്മേളനവും ലോകപ്രകാശനവും ഉദ്ഘാടനം ചെയ്യുവാനുള്ള ഒരു വേദിയിലേക്കാണ് നാം ഇവിടെ എത്തിയിരിക്കുന്നത്.
ഞങ്ങൾ പ്രതികരിക്കുന്നു. മറ്റ് അങ്കമാലി സമ്മതിച്ചിട്ടുണ്ട്. ഇവിടെ ആശംസകൾ അർപ്പിക്കാനായി തച്ചൂടി തറവാട്ടിന്റെ വീട്ടുമുറ്റത്ത് വന്ന് തണ്ടും തകർന്നയും കാണിച്ച് കയറ്റുക്കാൻ നിൽക്കാൻ ഈ ഒത്തിരി ഗ്രൂപ്പിന്റെ കൈകൾക്ക് തളർവാദം പിടിച്ചിട്ടില്ല കുണിക്കണൻ ഇടച്ചുറപ്പ ഇടക്കേമുപ്പ വരികിട ശ്രീ പിന്നെ ഇവിടെ